നേതാവ് വരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. നമസ്കാരമുണ്ട്. ഇരിക്കൂ. സാർ, ഇവരാണ് ഞാൻ പറഞ്ഞ ബലാത്സംഗ കേസിലെ പ്രതികൾ. ഭാഗ്യവാന്മാർ, പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. 1 2 3 4 5 6. ഷെയിം. ബലാത്സംഗ കേസുകൾക്ക് നിങ്ങളൊരു അപമാനമാണ്. കൂട്ടബലാത്സംഗം എന്ന് കേട്ടപ്പോ ഞാൻ കരുതി കുറഞ്ഞത് 10-36 പേരെങ്കിലും ഉണ്ടാവും. ഉണ്ട് സാർ, ബാക്കി 25 പേര് ഒളിവില. വല്ല കേന്ദ്രമന്ത്രിമാരും ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നോടെ? അത് മാറണോ? അമേരിക്കയിലും മറ്റും ചായ കുടിക്കുന്നത് പോലല്ലയോ ബലാത്സംഗങ്ങൾ നടക്കുന്നത്? നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമാണ് ഇതൊക്കെ വലിയ സംഭവമാക്കുന്നത്. ഇതൊരു മിതമായ ബലാത്സംഗമായിരിക്കും അല്ലേടേ? മിതമായ ബലാത്സംഗമാണെങ്കിൽ ഞാൻ ഇടപെട്ടാൽ അതെന്റെ ഇമേജിനെ ബാധിക്കും. അല്ല, ഇതല്പം ക്രൂരമായ ബലാത്സംഗമാണ്. സന്തോഷം. ഇതല്പം ക്രൂരമാണ്. പ്രതികളുടെ അംഗസംഖ്യ 36. കേന്ദ്രമന്ത്രി ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നു. പഴുവേലേ, കേസിന്റെ ഗൗരവം മനസ്സിലാക്കി എമൗണ്ട് ഫിക്സ് ചെയ്തോളോ. പോക്കറ്റിനുള്ളത് മുഴുവൻ എല്ലാവരും കൂടി ഇന്ന് കൃത്യം 12 മണിക്ക് സ്റ്റേഷനിൽ എത്തിക്കോണം. വേലി തന്നെ വിള തിന്നണോടാ. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. എന്റെ ഈശോയെ, ഇതുപോലെ ഓരോ കൂട്ട ബലാത്സംഗങ്ങൾ ദിവസവും നടന്നിരുന്നെങ്കിൽ ഞാനും എന്റെ നേതാവൻ രക്ഷപ്പെട്ടനെ. ഹലോ. എത്തിയാൽ മതി, ഞാൻ പോരാ. ഹലോ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഞാനിവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? ഇന്നലെ ഞാനും പുരുഷനും കൂടി പോയി നോക്കിയ വസ്തുവിന് അഡ്വാൻസ് കൊടുക്കണ്ടേ? അവര് വലിയ വിലയാണല്ലോ പറയണത്. കുറഞ്ഞ വിലക്ക് ഭൂമി കിട്ടില്ലേ? കുറഞ്ഞ വിലക്ക് കിട്ടും. ഇവിടെ അല്ല, വടക്കാഞ്ചേരിയില്. അത് ഭൂകമ്പുള്ള സ്ഥലല്ലേ? അല്ല പിന്നെ. ഈ അനന്തേട്ടൻ എവിടെ പോയി? ഇവിടെ ഉണ്ടാ പോക്കറ്റില്. ഇന്നെന്താ പതിവില്ലാതെ നേരത്തെ വരണമെന്ന് തോന്നി. എന്താ തരുന്നത്? ഒന്നുമില്ല. ആനന്ദിനും ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ലല്ലോ. വരുമെന്ന് പറഞ്ഞിരുന്നോ? അത് ഒന്നുമില്ല, ഒരാവശ്യം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല.
ഒറ്റയ്ക്ക് വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് പോയതെന്താ? അത് പിന്നെ ഞാനൊരു ഫയൽ നോക്കി വന്നതാ. പിന്നീടാ മനസ്സിലായത് അത് ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. അനന്തൻ എവിടെ? അവന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ മായ തനിച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടല്ലേ ഞാൻ പെട്ടെന്ന് വന്നത്. ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാലോ. എന്തോ പർച്ചേസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് കയ്യിലൊന്നും കാണുന്നില്ലല്ലോ. ആ പർച്ചേസ് നടന്നില്ല, അവിടെ വലിയ തിരക്കായിരുന്നു. മോളെ എന്തൊരു രുചി. മോളുടെ കൈകൊണ്ടുള്ള കറികളും ചോറും തിന്നാൻ മറിയാം ചേട്ടി ഭയങ്കര ഇഷ്ട. മോളൊരു കാര്യം ചെയ്യും, കുറച്ച് ചോറും കറികളും ഒരു പാത്രത്തിലാക്കി തന്ന മറിയാമ്മ ചേച്ചി വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിച്ചോളാം. പിന്നെ അത്താഴത്തിന് ബുദ്ധിമുട്ടുണ്ടല്ല. അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ എടുക്കാം. എടാ പൂട്ടാ, നീ എവിടെയായിരുന്നോ എത്ര നേരം? ചേട്ടത്തിക്ക് വല്ലതും തിന്നാൻ കൊണ്ടുവന്നുണ്ടോടാ നീ? ഇതൊക്കെ പോരെ? എന്റെ വീട്ടിൽ വാടകയ്ക്ക് വന്ന് കേറി പ്രേതണ്ടെന്നും പറഞ്ഞ് പുഴു അടിച്ച് എന്നെ കവിളിപ്പിച്ച് ഇപ്പൊ എന്റെ വീട് നിങ്ങൾ സ്വന്തമായി. ഇപ്പൊ ഇച്ചിരി സൗകര്യമൊക്കെ ആയിപ്പോ മറിയാമ്മ ചേച്ചി വല്ലനാളൊന്ന് വരുന്നത് പിടിക്കില്ല അല്ലേ? അല്ലേടാ, ഞാൻ നിങ്ങളെ കാണാനില്ലടാ ശബി പറഞ്ഞത്. പിന്നെ ആരെ കാണാനാ? എന്റെ മായമോളെ കാണാനാടാ. എന്തുട്ടിയടാ നിന്റെ പോക്കറ്റില്? ഒന്നുമില്ല. എടാ എന്തുട്ടിയടാ നിന്റെ പോക്കറ്റില്? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? ഞാനൊന്നും അതിനകത്തൊന്നുമില്ല. എന്തത്ര ഉത്സാഹം വിടണ നീ. ആ ഇതെന്തിനാ? സിഗരറ്റ് വലിയോ? പേന നിന്റെ പോക്കറ്റിൽ ഇരുന്നോട്ടെ. അവന്റെ ഒരു സിഗരറ്റ് വലി. ആ, കാന്തം. വെറുതെ കിട്ട പിണ്ണാക്ക് നിന്നും തീറ്റ പണ്ടാറം. നല്ല മഴ. അനന്തൻ ഇതുവരെ വന്നില്ലല്ലോ. അയ്യോ, ആകെ നനഞ്ഞല്ലോ. ആ സാരല്ല. ചായ. അനന്തൻ ഇതുവരെ എണീറ്റില്ലല്ലോ. നല്ല പനിയുണ്ട്. രാത്രി മഴയും കൊണ്ട് ചുറ്റിക്കറങ്ങുമ്പോ ആലോചിക്കണായിരുന്നു. ഇപ്പോഴത്തെ പനിയൊക്കെ ഭയങ്കര ഡേഞ്ചറാ, വെരി സീരിയസ്. അനന്തൻ ഇപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു നോക്കി, കേൾക്കുന്നില്ല. അത് പറഞ്ഞ ശരിയാവില്ല. ഒരു പെൺകുട്ടി ഈ വീട്ടിൽ ഒറ്റയ്ക്കുള്ളപ്പോൾ അവൻ ഇവിടെ നിൽക്കുന്നത് തീരെ ശരിയാവില്ല. അതുകൊണ്ട് മായ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഉടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഡാ, ആ, ഡാ, ആ, നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോണല്ലേ? ഇല്ല, അതിന് ടാബ്ലറ്റ് വെച്ചാൽ മാറിക്കോളൂ. ഉവ്വ ഉവ്വ, ഇതൊരു ശീലാക്കണ്ട കേട്ടാ. വേറെ ഹോസ്പിറ്റലിൽ പോട്ടോ. ആ പിന്നെ അവനെ ഹോസ്പിറ്റലിൽ അയക്കാൻ മറക്കണ്ട കേട്ടോ. ഉം. ഓ ശരി. അനന്ത, ആ, അനന്ത, ആ, മരുന്ന് കഴിക്കൂ. ആ.